കല്ലിനെക്കുറിച്ച് ഒത്തിരി കഥകൾ നാം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കൃഷിസ്ഥലത്ത് ഉപയോഗശൂന്യമായ കുറേ കല്ലുകൾ അടുത്തുള്ള പുരയിടത്തിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. എന്നാൽ അതിനടുത്ത് ഒരു ശില്പി താമസിക്കുകയാണ്. ഈ ശില്പി കല്ലുകളെല്ലാം കളക്ട് ചെയ്ത് തൻ്റെ പർണശാലയിലേക്ക് കൊണ്ടുപോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ശില്പിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹം നോക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ശില്പങ്ങൾ താൻ ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളിൽ നിന്നും അദ്ദേഹം വാർത്തെടുത്തതായിട്ട് കണ്ടു. അദ്ദേഹം ശില്പിയോട് പറഞ്ഞു, ഞാൻ എത്ര വില വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. ഈ ശില്പങ്ങൾ എനിക്ക് തരുമോ? ഇതിൻ്റെ കല്ലുകൾ നിങ്ങൾ എവിടെ നിന്നാണ് ശേഖരിച്ചത്? ശില്പി വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു, ഞാൻ ഈ കല്ലുകൾ നിങ്ങൾ വലിച്ചെറിഞ്ഞ പുരയിടത്തിൽ നിന്നും ശേഖരിച്ചതാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികളും വ്യക്തിത്വങ്ങളും. അവരുടെ ഉള്ളിൽ തനതായ താലന്തുകളും കഴിവുകളും ഉറഞ്ഞു കിടപ്പുണ്ട്. ഈ കല്ലുകൾ ഒന്ന് മിനുക്കി എടുത്തതുപോലെ അവർക്ക് ആവശ്യമായിരിക്കുന്ന പ്രോത്സാഹനവും സ്നേഹവും പരിചരണവും ലഭിക്കാമെങ്കിൽ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരിയെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. ഒരു പ്രതിഭയെ ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് സമ്മാനിക്കുവാനായിട്ട് കഴിയും. ഈ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹ പാത്രമായി മാറുന്ന വ്യക്തിത്വങ്ങൾക്ക് ഉടമകളാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ സമസൃഷ്ടങ്ങളെ കൂടെ ചേർക്കാം. വലിച്ചെറിയപ്പെട്ട കല്ലിൽ നിന്നും മനോഹരമായിരിക്കുന്ന ശില്പങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആരെയും ആകർഷിക്കുന്ന മനോഹര ശില്പങ്ങളായി മാറുവാൻ മാറ്റി നിർത്തപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ആവശ്യമായിരിക്കുന്ന പ്രോത്സാഹനം നൽകാം. അവരെ കൂടെ നിർത്താം. അവരെ ഹൃദയത്തിൻ്റെ കവാടങ്ങളിലേക്ക് ചേർത്തണച്ച് നന്മയുടെ വഴികളിലൂടെ കൈപിടിച്ച് നടത്താം. അനുഗ്രഹമാകട്ടെ, ധന്യമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം.